വെൽക്കം ടു ദേവൂസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് ലൈഫ് വ്ലോഗ്സ്. ബട്ട് ഇനി മുതൽ അങ്ങനെയല്ല കേട്ടോ നമ്മുടെ ചാനലിൻ്റെ പേര്. ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്, റേവ്സ് വ്ലോഗ്സ് എന്ന് ആക്കിയിട്ടുണ്ട്. കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയത് എനിക്ക് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ഇതുകൊണ്ടില്ല, ചാനൽ തുടങ്ങണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാനത് സ്റ്റാർട്ടാക്കിയത്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, വീഡിയോ ഇടണമെന്ന് തോന്നിയതല്ല, പെട്ടെന്ന് അങ്ങ് ഇട്ടയാണ്. അന്ന് പിന്നെ എന്താ പറയുക, പേര് മാറ്റണോ എനിക്ക് തോന്നുന്നത് ജനുവരി എന്തോ ആണ് ഞാൻ ജസ്റ്റ് ചാനൽ സ്റ്റാർട്ടാക്കിയിട്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ആക്കിയിട്ടില്ല. വീഡിയോ ഒക്കെ അപ്ലോഡ് ആക്കിയത് മെയ് 23 ആ ഒരു 23-25 ആ ഒരു ദിവസമാണ്. അപ്പം എന്താ പറയുക, അപ്പോഴത്തേക്ക് പിന്നെ ചാനലിൻ്റെ പേരൊന്നും മാറ്റാനായിട്ട് പോയില്ല. അന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാക്കിയിട്ട് അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ എന്നും വിചാരിക്കും ഇങ്ങനെ ചാനലിൻ്റെ നെയിം മാറ്റിയാലോ എന്ന്. എന്തായാലും ഞാനങ്ങ് പേര് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാര്യം അത് ഒത്തിരി ലോങ് നെയിമായിട്ട് എനിക്ക് തോന്നി. അതൊക്കെ കൊണ്ടും പിന്നെ എന്താ പറയുക, കുട്ടി ഒരു ഷോർട്ട് നെയിം ആക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഞാൻ നെയിം മാറ്റിയത്. ഇനിയിപ്പം നെയിം ഞാൻ ചേഞ്ച് ആക്കാനൊന്നും പോകുന്നില്ല. എനിക്കങ്ങനെ തോന്നി, ഞാൻ ചേഞ്ച് ആക്കി, അത്രേ ഉള്ളൂ. എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം, അല്ലെങ്കിൽ ഞാൻ വീണ്ടും അതിനെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കും ഗൈസ്. അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമല്ല കേട്ടോ. എന്താ പറയുക, എൻ്റെ ഫേസിൽ നിറച്ച് എന്തായിട്ടുണ്ടെന്ന് രോമം വന്നിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എനിക്കറിയില്ല, നല്ല രീതിക്ക് തന്നെ രോമം വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ റൂമിൻ്റെ ആ ഒരു ലുക്ക് ഉണ്ടോയെന്ന് നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ. അലങ്കൂലമായിട്ട് കിടക്കുകയാണ്, അതൊക്കെ എനിക്ക് അടുക്കി വെക്കണം. അതാണ് ഈ വീഡിയോ എടുത്തു കഴിഞ്ഞുള്ള എൻ്റെ അടുത്ത ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ റൂം അടുക്കുക എന്നുള്ളതാണ്. ഞാൻ റൂം അടുക്കുന്ന ഡേ എന്ന് പറഞ്ഞാൽ സാറ്റർഡേ സൺഡേ ആണ് കേട്ടോ. ആ സാറ്റർഡേ സൺഡേ കൊണ്ട് റൂം അടുക്കി വയ്ക്കും. എന്നിട്ട് വീണ്ടും മൺഡേ തൊട്ട് വീണ്ടും അലങ്കോലം ആക്കിയിടാനായിട്ട് തുടങ്ങും. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരുവിധം വൃത്തിയായിട്ടൊക്കെ ഇരിക്കുകയാണ്, ഏറെക്കുറെ എന്നേ പറയാൻ പറ്റുള്ളൂ. ഒരു 50% വൃത്തിയായിട്ടിരിക്കുകയാണ്. പക്ഷേ എന്നിട്ട് തന്നെ കണ്ടില്ലേ, ഇതെല്ലാം അലങ്കോലമായിട്ട് എടുക്കേണ്ടി ഗൈസ്. അപ്പം എന്തായാലും അതൊക്കെ ഒന്ന് അടുക്കി വൃത്തിയാക്കണം. അത് ഇതിന് ശേഷമുള്ള എൻ്റെ ഒരു പരിപാടിയാണ്. എൻ്റെ റൂം ഇങ്ങനെയൊന്നും അല്ല കിടക്കാറില്ല, പിന്നെ അറിയാവുന്നവർക്ക് നല്ലോണം അറിയാം. ഓക്കെ, അപ്പോൾ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഓക്കെ, അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് നേരെ പോകാം. അപ്പോൾ ഫേസിൽ നല്ല രീതിക്ക് തന്നെ രോമം വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഇത്രയും വെട്ടമുള്ളൊരിടത്ത് വന്നിരുന്നത്. ഞാൻ യൂട്യൂബിന് വേണ്ടി ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടോ. പക്ഷേ അവിടെ ട്രൈപോഡ് ഇരിക്കുന്നില്ല. ട്രൈപോഡ് ഓൾറെഡി എൻ്റെ കൊള്ളില്ല കേട്ടോ, നിങ്ങളാരും അത് വാങ്ങരുത്. ട്രൈപോഡ് ആ കാര്യം എനിക്ക് അന്ന് അതിനെപ്പറ്റി വലിയ ബോധമൊന്നും ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ റിട്ടേൺ ഒന്നും ചെയ്യുന്നത്. പിന്നെ ആക്ച്വലി വാങ്ങി തന്നെയാണ്. സോ ഞാൻ റിട്ടേൺ ഒന്നും ചെയ്തില്ല അന്ന്. പക്ഷേ ഇപ്പം എന്താ പറയുക അറിയോ, ആ ട്രൈപോഡ് ഒട്ടും തന്നെ ഇരിക്കുന്നില്ല. അതുമല്ല, ഞാൻ സെറ്റ് ചെയ്ത ബാക്ക്ഗ്രൗണ്ടിൽ വെട്ടമില്ല. അങ്ങനെ പിന്നെ ഞാൻ ആക്ച്വലിൻ്റെ റൂമിൽ പോയി സെറ്റ് ചെയ്തു. അവിടെ അവൻ എന്നെ വീഡിയോ എടുക്കാനായിട്ട് അനുവദിക്കില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്ക് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഞാനിങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വയ്ക്കും. കാര്യം എനിക്ക് എപ്പോഴും വീഡിയോ ചെയ്യാനായിട്ടുള്ളതാണ്. ആദ്യം ഞാൻ എൻ്റെ റൂമിലാണ് സെറ്റ് ആക്കിയത്. പക്ഷേ റൂമിൽ ലൈറ്റ് കിട്ടുന്നില്ല ഗൈസ്. രാത്രി മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് രാത്രി അതിനുള്ള ടൈം കിട്ടില്ല. ഇങ്ങനെ ഇടയ്ക്കൊക്കെ ടൈം കിട്ടുമ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വരുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന വേറൊന്നുമല്ല, നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ടുള്ള നമ്മുടെ എന്താ പറയുക, അലോവേരേൻ്റെ ജെല്ലാണ്. അപ്പം അലോവേര പിന്നെ വാസലിൻ, ഇത് രണ്ടും കൂടി ചേർന്നുള്ള അലോ പെട്രോളിയം ജെല്ലി, വാസലിൻ ആൻഡ് അലോ, അങ്ങനെ രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള സാധനമാണ്. ഇത് ഞാൻ ഓൾറെഡി കാട്ടി തന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോസിൽ. നേരത്തെ ഞാനൊരു ഫേസിൽ ഫുള്ള് നമ്മുടെ ബോഡി ഹെയർ റിമൂവലിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ അതിനകത്തും യൂസ് ആക്കിയത് ഈ ഒരു സാധനമാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഹെയർ റിമൂവ് ചെയ്യുമ്പം യൂസ് ആക്കുന്ന ഒരു സാധനം കേട്ടോ. അപ്പം ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ, അപ്പം നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ആദ്യം നമ്മൾ ഈ ഒരു സാധനം, നമ്മുടെ വാസലിനോ അലോവേര ജെല്ലോ മോയ്സ്ചറൈസർ എടുക്കുമ്പം നല്ല രീതിക്ക് എന്താ പറയുക, നല്ല ഓയിലി ആയിട്ടുള്ള നല്ല ജെല്ലി അല്ലെങ്കിൽ നല്ല ക്രീമി ടൈപ്പായിട്ടുള്ള മോയ്സ്ചറൈസർ എടുക്കുക. ചില മോയ്സ്ചറൈസറുണ്ട് പെട്ടെന്ന് ഇടുമ്പോൾ തന്നെ നല്ല പെട്ടെന്ന് അബ്സോർബായിട്ട് ഡ്രൈ ആക്കുന്ന ടൈപ്പ് മോയ്സ്ചറൈസർ ഉണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ഗാർണിയറിൻ്റെ വൈറ്റമിൻ സി സിറം ക്രീം, ആ ഒരു മോയ്സ്ചറൈസറൊക്കെ അതൊന്നും നിങ്ങൾ ഫേസ് റേസ് ചെയ്യുമ്പം എടുക്കണ്ട കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള ഒരു ഓയിലി നല്ലൊരു വഴുവഴുക്കൽ കിട്ടുന്ന ആ ഒരു എഫക്റ്റ് കിട്ടുന്ന ടൈപ്പ് എടുക്കാവുള്ളൂ. അലോവേര ജെൽ, നമ്മുടെ വീട്ടിൽ കറ്റാർവാഴയുടെ ജെല്ലില്ല, അതുണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. എന്തായാലും ഫേസ് നല്ല ഇതായിരിക്കണം. പിന്നെ ഒരു ഇതുകൂടി ഉണ്ടായിട്ട് തൈര് വെച്ചിട്ട് ഞാൻ ഒരു ദിവസം നോക്കിയായിരുന്നു. അന്ന് ഞാൻ വീഡിയോ എടുത്തായിരുന്നു. അതൊക്കെ എൻ്റെ നിന്ന് പോയെന്ന് എനിക്കറിയില്ല, ഞാൻ ഇട്ടിട്ടില്ല, അപ്ലോഡ് ആക്കിയിട്ടില്ല. പക്ഷേ തൈര് വെച്ചിട്ട് നമ്മൾ ഫേസിലൊന്നാക്കിയിട്ട് നമ്മുടെ ഫേഷ്യൽ ഹെയർ ഒന്ന് എടുത്താൽ അടിപൊളിയാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. നമുക്ക് ഒരു രീതിക്കുള്ള ഇറിറ്റേഷൻ ഉണ്ടാവില്ല, നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. പക്ഷേ അത് തൈര് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ എല്ലായിടം ഹെയർ റിമൂവ് ആവുന്നതെന്ന് നോക്കണം. ഈസി ആയിട്ട് ഹെയർ വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ കയ്യിൽ ഈ ഒരു സാധനമാണ്, നമ്മൾ ഇതുകൊണ്ടാണ് ഇന്ന് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ബാക്ക്ഗ്രൗണ്ട് ഇഷ്യൂ ഒക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ. നമ്മുടെ ചാനൽ സ്റ്റാർട്ടായി ഒന്ന് വരുന്നതേ ഉള്ളൂ. അപ്പം വഴിയെ എല്ലാം സെറ്റ് ചെയ്യാം. കുറേയൊക്കെ ഞാൻ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും പോകെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു
തൊണ്ടയ്ക്ക് കുറച്ച് പ്രശ്നമുണ്ട് ഗൈസ്, പനിയാണെന്ന് തോന്നുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് എൻ്റെ ശബ്ദമൊന്നും വരുന്നില്ല. അപ്പം നമ്മുടെ ഈ ഒരു ആലോവേറ ജെല്ല് അല്ലെങ്കിൽ വാസലിൻ ജെല്ല്, ഈ ഒരു ജെല്ല് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് അപ്ലൈ ആക്കാം കേട്ടോ. അപ്പം എൻ്റെ ഫേസിലൊക്കെ ഈ ഒരു പിമ്പിൾസ് പസ്സി അല്ല കേട്ടോ, പഴുപ്പ് വന്നിട്ട് അങ്ങനെയല്ല, പിമ്പിൾ ഉണങ്ങുന്ന ഒരിതാണ്. പിന്നെ അതിൻ്റെ പാടാണ്. ഈ ഒരു പിമ്പിളിനൊരു ഒരു ഭയങ്കര അമർത്തുമ്പോൾ ഒരു ചെറിയൊരു വേനുണ്ട്. അപ്പോൾ പിമ്പിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫേഷ്യൽ ഹെയർ റിമൂവ് ആക്കാതിരിക്കുക കേട്ടോ. ഞാൻ പിന്നെ ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചുകൊണ്ടാണ്. അതുപോലെ ഇങ്ങനത്തെ പിമ്പിളാണെങ്കിൽ കുഴപ്പമില്ല, വലിയ പ്രശ്നമില്ല. പിന്നെ പിമ്പിൾസിന് പറഞ്ഞ നമുക്ക് ജെല്ല് ഒന്നും പറ്റില്ല. അപ്പോൾ നമ്മുടെ ഫേസിൽ നന്നായിട്ട് മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം. നമ്മളിത് വെച്ചേക്കുമല്ലോ, അതുകൊണ്ട് മൊത്തത്തിലൊന്ന് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഫേസിൽ. ഞാൻ ഫേസിൽ ഒന്നും തന്നെ അപ്ലൈ ചെയ്തിട്ടില്ല, ചൂണ്ടിലൊരു ലിപ് ബാം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം അത്യാവശ്യം തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എൻ്റെ ബേബി ഹെയർസ് ഗൈസ്, മറ്റേ പോലൊരു സാധനം ഉണ്ടല്ലോ നമ്മുടെ ഹെയറിലൊക്കെ, അല്ല തലയിലൊക്കെ വയ്ക്കുന്നത്, അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ വെച്ചിട്ട് ചെയ്യണം. എന്തെങ്കിലും അതൊന്നുമില്ല. ഇപ്പം ഞാൻ തൽക്കാലം പൊട്ട് മാറ്റുന്നില്ലേ, കാര്യം എനിക്ക് അവിടുത്തെ ഹെയർ ഞാനിപ്പോൾ എടുക്കുന്നില്ല. ഇപ്പം ഇതുപോലെ നമ്മൾ ചിലർക്ക് ഇവിടെയൊക്കെ രോമം വരാറുണ്ട്, അവിടെയും ഒന്ന് അപ്ലൈ ആക്കാം. അപ്പോൾ നമ്മുടെ ഫേസ് ഫുള്ളൊന്ന് നല്ലൊരു തിക്കായിട്ട് തന്നെ അപ്ലൈ ആക്കാം കേട്ടോ. ബാക്കി ഇത് നമുക്ക് തുടച്ചൊക്കെ കളയാം. ഗൈസ്, ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഞാനൊരു ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ഒരു കോംബോ പാക്ക് ഉണ്ടായിരുന്നു, അതാണ് ഞാൻ യൂസ് ആക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് ഞാൻ നമ്മളെപ്പോൾ റേസർ എടുത്താലും ഒന്ന് കഴുകിയോ തുടച്ചോ ഒന്ന് സാനിറ്റൈസ് ചെയ്തോ ഒക്കെ എടുക്കുക കേട്ടോ. അതുപോലെ നമ്മളെപ്പോഴും റൈസ് ചെയ്തതിന് ശേഷം പാനൊന്ന് ക്ലീൻ ആക്കി വയ്ക്കുക. നമ്മൾ എത്ര ക്ലീൻ ആക്കി വെച്ചാലും നമ്മൾ എടുക്കുന്ന ടൈമിലൊന്ന് സാനിറ്റൈസ് ചെയ്തോ കഴുകിയോ ചൂടുവെള്ളത്തിൽ ഇട്ടോ ഒക്കെ ഒന്ന് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം ഈ ഒരു 2 റൈസറാണ് ഞാൻ ഓൾറെഡി ഇത് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ ഫേഷ്യൽ ഹെയർ റിമൂവൽ റൈസറും പിന്നെ നമ്മുടെ നോർമൽ റൈസറും, ഇത് രണ്ടും ഞാൻ യൂസ് ആകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഹെയർ എടുക്കുന്നത്. അപ്പോൾ ഞാൻ മുകളിൽ ഒരു കണ്ണാടി സെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ഇതിനകത്ത് നോക്കി എനിക്ക് കറക്റ്റ് എടുക്കാൻ പേടിയാണ്, അതുകൊണ്ടാണ് കഴിച്ചത്. അപ്പം ഞാനിത് എങ്ങനെയാണ് ചെയ്തുതരാം. അപ്പം ഈ ഒരു സാധനം വെച്ചിട്ട് ഞാൻ ചെയ്യാം കേട്ടോ. ഈ സാധനം എനിക്ക് ഭയങ്കര പേടിയാണ്, മറ്റേ റൈസർ എനിക്ക് അത്ര പേടിയില്ല, ഇതെനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പം ഇത് വെച്ചിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം ഞാൻ നമ്മുടെ ഈ ഒരു പാർട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു കവിളും ഇങ്ങനെ പിടിക്കും കേട്ടോ റൈസർ, ഒരു 45 ഡിഗ്രി. എന്നിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് എടുക്കുന്നില്ല, കാര്യം നമ്മൾ കാണാത്ത ഒരു പാർട്ടിലൊക്കെ നമ്മുടെ എന്തെങ്കിലും രോമം വരും. നിങ്ങൾക്കിത് കാണാമോ എന്ന് എനിക്കറിയില്ല ഗൈസ്. ഈ പിമ്പിൾസ് ഉള്ളതുകൊണ്ട് നിങ്ങൾ ഫേസ് എടുക്കാൻ ഇതെടുക്കാൻ നിൽക്കരുത്. പിന്നെ സംസാരിക്കാനും പാടില്ല കേട്ടോ, മുറിയും. സി ഗൈസ്, കണ്ടോ, ഇതുപോലെ തിക്കായിട്ട് എടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു പേപ്പർ എടുക്കുകയാണ്. ഇത് നമുക്ക് ഓൺലൈൻ സാധനം വന്ന സ്ഥലത്താണ്. ഇതിലിതാ നമ്മുടെ ആ ഒരു ജെല്ലും നമ്മുടെ ഫേസിൽ ആ ഒരു അരിക്കും ഡെഡ് സെല്ലുകളും പിന്നെ നമ്മുടെ ഹെയറും ഒക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം വിസിബിൾ ആണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഓക്കെ, ഇവിടെ എടുക്കുമ്പോൾ ഇങ്ങനെ വെച്ചെടുക്കുക. ഓക്കെ, ഇവിടെ എടുക്കുമ്പോൾ ഒന്ന് ചരിച്ച് വെച്ചെടുക്കുക, ഇങ്ങനെ വെച്ചെടുക്കുക. ഓക്കെ, ഇങ്ങനെ. ഓക്കെ,
മുറിഞ്ഞു ഗൈസ്. അവിടെത്തി ഞാൻ നിങ്ങളോട് കാര്യം പറയാൻ വന്നതാണ്. അങ്ങനെ പറഞ്ഞാൽ സംസാരിക്കരുത്, മുറിയും. നല്ല രീതിക്ക് മുറിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ രോമം വരുമെന്ന് പറയാനായിട്ട് വന്നതാണ് ഗൈസ്. ഇപ്പം എന്താ മനസ്സിലായി, നമ്മൾ ഷേവ് ചെയ്യുമ്പോൾ സംസാരിക്കാൻ പാടില്ല. അപ്പം നല്ല രീതിക്ക് പറഞ്ഞാൽ ചെറിയൊരു മുറിവാണ് കേട്ടോ. നമ്മുടെ ലിപ്പായതുകൊണ്ട് നല്ല നീറ്റലുണ്ടാവും. കുറച്ച് കഴിയുമ്പോഴേ അറിയുള്ളൂ. ഓക്കെ, ലീവ് ദാറ്റ്. ഓക്കെ, ഈ ഒരു പോർഷന് നമുക്കിപ്പോൾ ഹെയർ ആണ്. ഓക്കെ, ഇതെൻ്റെ കയ്യിലെ അഹങ്കാരം കൊണ്ടാണ് ഗൈസ്. ഞാൻ എനിക്ക് കോട്ടൺ വെച്ച് നോക്കിയിട്ട് വലിയ കുറവില്ല, ഞാൻ ബ്ലഡ് വരുന്നുണ്ട്. ഇവിടെ വിലോയ്ക്ക് എപ്പോഴും അസുഖം വരാറുള്ളതുകൊണ്ടും ശ്രീദേവിക്ക് എപ്പോഴും ഓരോ വള്ളികൾ ഒപ്പിച്ച് കയറുള്ളതും കോട്ടൺ ഇവിടെ പോയി കാണുമ്പോൾ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എപ്പോഴും അവൈലബിൾ ആണ് ഗൈസ്. ഓൾറെഡി എൻ്റെ ഈ ചുണ്ടിനൊരു പ്രശ്നം ഉണ്ടെന്ന് 2 ദിവസം കൊണ്ട്. ഓക്കെ, ഇനി ബാക്കി എടുക്കാമേ. ഇങ്ങനെ മൂക്ക് ഇങ്ങനെ എടുക്കുമ്പോഴേ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും കൂടിയൊക്കെ, വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ കുറേയൊക്കെ കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. ഇവിടെയൊക്കെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കാൻ പാടില്ല. അവിടെ നിന്ന് ഹെയർ ഒന്നുമില്ല എങ്കിലും ഇവിടെ കിടക്കുമ്പോൾ ഒന്ന് ചരിച്ച് പിടിക്കുക കേട്ടോ. അങ്ങനെ സേഫ് പൊസിഷൻ, അല്ലെങ്കിൽ മുറിയാൻ ചാൻസ് ഉണ്ട്. ചരിച്ച് പിടിക്കുമ്പോൾ നമ്മുടെ ഇങ്ങനെ സൈഡ് ചെയ്ത് പറ്റുമോ. നല്ല ഇത് അടിപൊളി സാധനമാണ് കേട്ടോ. നല്ല രീതിക്ക് തന്നെ ഹെയർ വരുന്നുണ്ട്. നമ്മുടെ സൂക്ഷിച്ച് മുറിയാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഇത്രയും പാർട്ടിൽ കഴിഞ്ഞു. ഇനി ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഒരു പാർട്ടിലാണ്. നിങ്ങൾക്ക് അപ്പോൾ ഇതെടുക്കുന്ന ചിലപ്പോൾ കാണാനായിട്ട് പാടായിരിക്കുന്നത് ഞാൻ. ഓക്കെ, എൻ്റെ ബേബി ഹെയർസിന് ഞാൻ തൊടില്ല ഗൈസ്. അതുപോലെ പിരികവും ഞാൻ തൊടുന്നില്ല കേട്ടോ. കാര്യം എനിക്ക് ത്രെഡ് ചെയ്യുന്നുള്ളതാണ് ഓണം ഷൂട്ടിന് വേണ്ടിയിട്ട്. സോ ഞാൻ വൃത്തികേടാക്കുന്നില്ല. നമുക്ക് പിരികൊക്കെ വീട്ടിൽ നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്യാവുന്നതാണ്. അത് ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഷേപ്പ് ചെയ്യാനായിട്ട് ടൈമില്ല. ഇച്ചിരി സമയമെടുത്ത് സാവകാശം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ അത് ആക്കുന്നില്ല. കാര്യം എനിക്ക് ഫോട്ടോഷൂട്ടുള്ളതാണ്. അതുകൊണ്ട് അല്ലാതെ ഞാൻ സ്ഥിരം ത്രെഡ് ചെയ്യുന്നവരടുത്ത് പോയാണ് എടുക്കുന്നത്. എനിക്ക് അവരെടുത്താലേ ശരിയാവും. പിന്നെ ജസ്റ്റ് പിന്നെ ഞാൻ എന്താ പറയുക, എപ്പോഴും അങ്ങനെ ഐബ്രോ ത്രെഡ് ചെയ്യുന്ന ആളൊന്നുമല്ല. എനിക്ക് അങ്ങനെ ഐബ്രോ ത്രെഡ് ചെയ്യുന്നത് ഇഷ്ടമല്ല. പിന്നെ ഓണം എൻഗേജ്മെൻറ്റ്, അതായത് എൻ്റെ സ്വന്തം എൻഗേജ്മെൻറ്റ്, പിന്നെ കുറേ നാൾ എടുക്കാതിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ എടുക്കാൻ തോന്നുന്നു. അങ്ങനെ തോന്നിയപ്പോൾ എടുക്കും. അല്ല ഞാനങ്ങനെ ഐബ്രോ എടുക്കാറില്ല. അവിടെ ചരിച്ച് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ആക്കുന്നത്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ചരിക്കരുത്, ഇങ്ങനെ സ്ട്രൈറ്റ് പിടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചരിക്കാം. ഓക്കെ, അതാ കണ്ടോ, നല്ല രീതിക്ക് ഹെയർ വരുന്നുണ്ട്. ഇവിടെ ആ ഒരു പാർട്ടിലാണ് കൂടുതലും നമുക്ക് ഫേഷ്യൽ ഹെയർസ് വരും. ഇപ്പോൾ ഞാൻ ത്രെഡ് ചെയ്യുമ്പോൾ അവർ ഓൾറെഡി എടുക്കും. എന്നാലും ഇപ്പോൾ നമ്മൾ ഫേഷ്യൽ ഹെയർ ഫുള്ള് റിമൂവ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന്, എനിക്ക് ആകെ ഫേസിൽ തോനെ മൂടിയുള്ളത് ആ ഒരു രീതിയിലായിരുന്നു ഗൈസ്. ഓക്കെ, അതുകൊണ്ട് ത്രെഡ് ചെയ്യുന്നതുകൊണ്ടാണ് അത് എടുക്കാത്തത്. അല്ലെങ്കിൽ അവിടെ ഞാൻ ഒന്ന് ഷേപ്പ് ചെയ്യാറുണ്ട്. ജസ്റ്റ് ഞാൻ തൽക്കാലം ചെയ്യുന്നില്ല. കാര്യം ത്രെഡ് ചെയ്യുമ്പം വരുന്നില്ല, നീറ്റായിട്ട് എടുക്കും. എന്നാലും നെറ്റ് ചെയ്യുന്നുണ്ട്, ഐ മീൻ ഈ ഒരു പാർട്ട്. ഓക്കെ, സത്യത്തിൽ ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ അങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ ചെയ്തത്. അങ്ങനെ ചെയ്തതിൻ്റെ ഒരു റീസൺ ഇതാണ്, എനിക്ക് ത്രെഡ് ചെയ്യാനുള്ളത് കൊണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു നമ്മുടെ ഇത് വെച്ച് തന്നെ ഐബ്രോ എടുത്താലോന്ന്. പിന്നെ വിചാരിച്ചു ആക്ച്വലി അതിന് എന്തായാലും മുടി വെട്ടാൻ പോകും. ആ കൂട്ടത്തിൽ ഞാൻ പോയി വെയിറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ എനിക്കും ത്രെഡ് ചെയ്യാമല്ലോ. അങ്ങനെ ഞങ്ങൾ സാധാരണ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അത് കാര്യം കുഞ്ഞൊരു മുഴുവൻ കാര്യം ഞാൻ നിങ്ങളോട് കാര്യം പറയേണ്ട. അവിടെ ഇത് വരുമെന്ന് പറയാനായിട്ട് ഇങ്ങനെ ആക്കിയപ്പോൾ ഓർത്തി ഗൈസ്, പെട്ടെന്ന് കയറിക്കൊണ്ട്. അതാണ് പറയുന്നത് ത്രെഡ്
ഫേസ് റിമൂവ് ചെയ്ത് ഹെയർ റിമൂവ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ സംസാരിക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ആരോട് സംസാരിക്കില്ലല്ലോ ആ ടൈമിൽ, അതുകൊണ്ട് സംസാരിക്കില്ല. പിന്നെ ഞാൻ ഒരു കോട്ടൺ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു സാധനമെല്ലാം ഒന്ന് തുടച്ച് കളയുന്നുണ്ടേ. അപ്പോഴേ നമ്മുടെ ഫേസ് ഒന്ന് ക്ലിയർ ആവുള്ളൂ. ഞാൻ തുറക്കട്ടെ. എന്താ ഞാൻ ഈ കോട്ടൺ വെച്ച് തന്നെ ഈ ഒരു ഇതും കൂടി ഒന്ന് റൈസറും കൂടി ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചൂടുവെള്ളത്തിട്ടൊന്ന് കഴുകി കൂടി എടുക്കും കേട്ടോ. പിന്നെ ഒരു റൈസർ ഒത്തിരി വട്ടം യൂസ് ആക്കാൻ പറ്റില്ല കേട്ടോ. ആക്ച്വലി എല്ലാവരും പറഞ്ഞ 1 ടൈം യൂസ് എന്നൊക്കെയാണ്. അല്ലെങ്കിൽ ഞാനൊരു 2-3-4 വട്ടമൊക്കെ യൂസ് ആക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇത് അടിപൊളിയാണ് കേട്ടോ. ഇത് നല്ല സാധനമാണ്, നല്ലൊരു പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് മസ്റ്റായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ബയോയിലെ ലിങ്ക് കൊടുത്തേക്കാം. വേണമെന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. നല്ല പ്രോഡക്റ്റാണ്. ഞാൻ കൂടുതൽ ഈ ഒരു റൈസർ വെച്ചാണ് ഫേസ് എടുക്കാറ്. കാര്യം എനിക്ക് ഇതല്ലാതെ എനിക്ക് പേടിയാണ്, ഇങ്ങനെ സാധനമൊക്കെ കത്തി എന്നൊക്കെ എൻ്റെ പേടിയാണ്. പക്ഷേ ഇപ്പം എന്താ കണ്ടില്ല, ഞാൻ കൂളായിട്ട് എടുത്തില്ല. ഇടയ്ക്കൊരു മുറി പറ്റി അതിൻ്റെ അഹങ്കാരം കൊണ്ടാണ്. എങ്കിലും അത് വീഡിയോയിൽ വന്നത് നന്നായി ഗൈസ്. കാര്യം അങ്ങനെയൊക്കെ അബദ്ധം പറ്റുന്നവർ അവർക്കൊരു വാങ്ങിയായിരിക്കുമല്ലോ. ഇത് നല്ല സാധനമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കണക്ക് ഹെയർ കിട്ടുന്നുണ്ട്. അപ്പം ഒന്ന് ഞാൻ ഫേസ് ഒന്ന് കോട്ടൺ വെച്ചെന്ന് എടുത്തിട്ട് വരാം. നല്ലപോലെ ഫേസ് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പക്ഷേ വീഡിയോയിൽ എത്രത്തോളം കിട്ടിയെന്ന് എനിക്കറിയില്ല. പക്ഷേ നന്നായിട്ട് തന്നെ എൻ്റെ ഫേസ് ക്ലീൻ ആയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാലോ, നമ്മൾ ഓൾറെഡി ത്രെഡ് ചെയ്യുന്ന ടൈമിൽ നന്നായിട്ട് ഫേസ് ക്ലീൻ ആവും. ഇനി നമ്മുടെ ഫേസിൻ്റെ ആ ഒരു ഇച്ചിനെസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇറിറ്റേഷനൊക്കെ ഉള്ളവരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയുള്ള കാര്യം കൂടി പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മുടെ ഹെയർ സ്കിന്നിൽ റെഡ്നെസ് ഉണ്ടാകാം, എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടാകാം, ബേണിംഗ് സെൻസേഷൻ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ റെഡ്നെസ്സോ ബേണിംഗ് സെൻസേഷൻ അങ്ങനെ എന്തെങ്കിലും ഉള്ളവർക്ക് പറ്റിയ പാക്കും കൂടിയാണ്. നമുക്ക് ഞാനിപ്പം എൻ്റെ ആ ഒരു ഫേസ് ഒന്ന് ജസ്റ്റ് നമ്മുടെ നോർമൽ വാട്ടറിൽ നിന്ന് കഴുകുന്നു, ഒപ്പി തുടച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഐസ് ക്യൂബ് വയ്ക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ തൈരാണ് കേട്ടോ. നല്ല ഫ്രിഡ്ജിൽ വയ്ക്കുക, തണുപ്പിക്കുക. തൈര് ഐസൊക്കെ വയ്ക്കുകയെങ്കിൽ അത്രയും നല്ലത്. ഇപ്പം നല്ല തണുത്ത തൈര് ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. തൈര് നല്ല അടിപൊളിയാണ് കേട്ടോ ഫേസിൽ. ഇപ്പം ഞാൻ എപ്പോഴും അത് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാത്തവർക്ക് പറ്റിയ സാധനമാണ് തൈര്. യൂസ് ചെയ്യുന്നവർക്കും പറ്റിയതാണ് കേട്ടോ. ഞാൻ വീട്ടിൽ മോയ്സ്ചറൈസർ അങ്ങനെ യൂസ് ആക്കാറില്ല. തൈര് ഉണ്ടെങ്കിൽ മാക്സിമം ഞാൻ അതാണ് യൂസ് ആക്കാറ്. തൈര് അപ്ലൈ ഇതുപോലെ പറ്റിയ മുറിവുകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും പെട്ടെന്ന് പുറത്ത് കിട്ടും. നല്ല പുളിച്ച തൈരാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല കേട്ടോ. എന്നാലും ഞാൻ പുളിച്ചത് അപ്ലൈ ചെയ്തപ്പോഴും എനിക്ക് നല്ല റിസൾട്ട് തന്നെയാണ്. എനിക്കങ്ങനെ പുളിക്കാതെ അങ്ങനെയുള്ളൊരു ഇതൊന്നും എനിക്കറിയില്ല. ഞാൻ എപ്പോൾ തൈര് കിട്ടിയാലും അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്യട്ടെ. ഈ ഒരു പാർട്ടിൽ നമ്മൾ ഹെയർ എടുത്തായിരുന്നു, അവിടെയും ഒന്ന് അപ്ലൈ ചെയ്യാം. ഞാൻ എന്നിട്ട് ഇത് ഇപ്പോഴൊന്നും കഴുകില്ല കേട്ടോ. അത് തന്നെ ഉണങ്ങിയൊക്കെ പിടിക്കുന്ന ടൈമിൽ കഴുകും. മാക്സിമം അതിൻ്റെ എഫക്റ്റ് ഒക്കെ കിട്ടിയിട്ട് ആ ഒരു കൂളിങ്നെസ്, ആ ഒരു ഫ്രഷ്നെസ് ഒക്കെ കിട്ടിയിട്ട് വെച്ചിട്ട് അങ്ങനെ ഇട്ടേക്കും. കണ്ണിലിപ്പോൾ തെറിച്ചാൽ അപ്പോൾ ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കുട്ടി ഫാമിലിയിലൊന്ന് ജോയിൻ ആയിക്കൊള്ളട്ടെ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസും ബ്യൂട്ടി ടിപ്സും ലൈഫ് വ്ലോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അതുവരെ വെയിറ്റ് ആൻഡ് സീ ഗൈസ്. അപ്പോൾ എന്താ പറയുക, ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ആക്കി കേട്ടോ. അപ്പോൾ എന്തായാലും ബൈ ഗൈസ്, നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.